ഇവിടെ ഗൗരവമായി കണ്ട പ്രശ്നം എഫ്ഐആറിൽ പോലും പേര് പറയാത്ത, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു കേസ്. 2 കുട്ടികളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി സ്റ്റേഷനിൽ കിട്ടുമ്പോൾ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒന്നിലധികം പേർ വാഹനവുമായി അർദ്ധരാത്രി ചില സംശയത്തിന്റെ പേരിൽ സിയാദിന്റെ വീട്ടിലേക്ക് അവിടെ ചെല്ലുകയാണ്. അവിടുന്നാണ് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയി ബാക്കിയോടെല്ലാം വിശദീകരിക്കപ്പെട്ട് വളരെ ഭീകരമായി മർദ്ദിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. തുടർന്ന് ഇപ്പം ദിവസങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞ് ചില വിഭാഗങ്ങൾ വാദഗതികൾ നടത്താനുള്ള ശ്രമം നടത്തുന്നു. ഇത് ഞങ്ങൾക്ക് ഭയം, ഞെട്ടലോടുകൂടി വാർത്ത കേട്ടതിന് ശേഷം ഇന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പുതിയ പുതിയ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം സിയാദ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കെല്ലാം നന്നായി ഹൃദയം ചെറുപ്പക്കാരനാണ്. അദ്ദേഹം 36 വയസ്സേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരനാണ്. നല്ല ആരോഗ്യദൃഢഗാത്രമായ ശരീരമാണ്. ആ ചെറുപ്പക്കാരനെയാണ് കൊണ്ടുപോയി വായുവിൽ തകർത്ത് കൊലക്കി കൊടുത്തത്. ഇപ്പോൾ അതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സംവിധാനവും അതിന് അധികാരികളുണ്ട്. ഇപ്പം ഇന്ന് ചാനലുകളിൽ ചില വാർത്തകൾ കാണാനിടയായി 16-ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം 25-ന് വേറെന്തോ പരാതി ഉണ്ട് എന്നൊരു പരാതി സിയാദിന്റെ അകന്ന ബന്ധു എഴുതി കൊടുത്തിരുന്നു എന്ന നിലയിൽ ഒരു പുകമറ സൃഷ്ടിച്ച് മറ്റെന്തോ തരത്തിൽ ഇതിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം നടക്കുക. പോലീസിന് ഇപ്പൊ ഇതിനു വേണ്ടി സമയമില്ല. പോലീസ് ഇപ്പം ഓരോ സ്ഥാപനങ്ങൾ തേടി മറ്റു പലതിൽ ആകർഷണം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വകുപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കും. ഇപ്പോഴ് വളരെ മനസ്സാക്ഷി ഇപ്പം കുടുംബം സൂചിപ്പിച്ചു, സ്റ്റാലി അടക്കം പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം അനാഥമാണ്. വാപ്പയും ഉമ്മയും, വാപ്പ ഭാഷാ തൊഴിലാളിയാണ്. ഉമ്മയാണെങ്കിൽ വളരെ ദയനീയമായി മാരകമായ രോഗപ്പെട്ട് ഈ ഒരു മകൻ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, മറ്റു മക്കളിൽ ആ സ്വപ്നമാണ് തല്ലി തകർത്തത്. എന്നിട്ട് ഇപ്പോൾ പല ന്യായങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ പറയുന്നു മഞ്ഞപ്പിത്തമാണെന്ന്, നേരത്തെ കേസുണ്ടായിരുന്നു എന്ന് പറയുന്നത് പല പല അഭിപ്രായങ്ങൾ. ഇയാളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങൾ അത്ഭുതപ്പെടുന്നത്. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലോ പരിസരത്ത് പോലീസ് സ്റ്റേഷനിലോ ഒരു കേസ് പോലെ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കെ എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ അർദ്ധരാത്രിയുടെ മറവിൽ പോയി പിടിച്ചുകൊണ്ടുവന്ന് ഭീകരമായി മർദ്ദിച്ചു കൊണ്ടുവരികയും രാവിലെ ഈ സാരിയെ പിടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം. അതിനിടയിൽ തന്നെ പലതവണ പറഞ്ഞ സാരി പറഞ്ഞു, എനിക്കെല്ലാം കേൾക്കാൻ കഴിയില്ല, പറഞ്ഞു കഴിഞ്ഞു. കാരണം എത്ര നിലയിൽ ആ സിയാദ് തന്നെ പറഞ്ഞു. ഇപ്പോൾ അല്ലെങ്കിൽ പറയുന്നത് എന്തുകൊണ്ട് 40 ദിവസം കഴിഞ്ഞു ഇത് പുറലോകം അറിഞ്ഞില്ല എന്ന ഭയമാണ്. ഈ പോലീസിന്റെ ഭയമാണ്. ഭയമായതുകൊണ്ട് പുറത്തു പറഞ്ഞാൽ വീണ്ടും മറ്റയാൾ തന്നെ പറയുന്നു. കാരണം ഞാനൊരു ജീവനക്കാരൻ, എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്, ഞാൻ പ്രൈവറ്റ് ജീവനക്കാരനായതുകൊണ്ട് പോലീസിന്റെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ പ്രയാസങ്ങളോ ഉണ്ടാകുമെന്നുള്ളതെന്ന് പറയാതെ പല ആശുപത്രിയിൽ കൂടി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിന്റെ അന്വേഷണം നടക്കുന്നത്, ഇതൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദിവസം വീണ്ടും ഏതൊക്കെ ആശുപത്രികളിൽ പോയി ഇത് പരമാവധി ഇതിന്റെ ഒരു പ്രശ്നത്തിന്റെ ഗൗരവത്തെ ലഘൂകരിച്ചുകൊണ്ട് മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കുടുംബം സംരക്ഷിക്കപ്പെടണം, കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടണം, മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണം. അവർക്ക് മാന്യമായ നിലയിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. പോലീസ്, സംസ്ഥാന പോലീസ് മേധാവി തന്നെ അതിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിയടക്കം ഇടപെട്ടുകൊണ്ട്, ക്യാബിനറ്റ് അടക്കം ഇടപെട്ടുകൊണ്ട് അതിശക്തിമത്തായ നിലപാട് സ്വീകരിക്കണം. ഇന്നലെ പുറം ലോകം അറിയുന്ന ചർച്ചയ്ക്ക് വിഷയപ്പെടുത്തിയത് തന്നെ പ്രദേശത്തെ ബഹുജനങ്ങളും സിയാദിനെ സ്നേഹിക്കുന്ന ആളുകളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഞങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂർ എടുത്തതിന് ശേഷമാണ് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥൻ പോലും വരാൻ തയ്യാറായത്. ആദ്യം ഒരു ഉദ്യോഗസ്ഥൻ കൂടി വന്നില്ല. ആദ്യം അവിടെയുള്ള എസ്എച്ച്ഒയോട് സംസാരിക്കുമ്പോൾ എസ്എച്ച്ഒ വന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷെ അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല. ഈ ജൂൺ 16-ാം തീയതി ഞാൻ പോലും അറിയാതെയാണ് മഫ്തിയില് തിലകൻ എന്ന് പറയുന്ന ഈ എസ്ഐയും അതുപോലെ തന്നെ ശ്രീജിത്തും പോലീസുകാരും കയറിപ്പോയത്. അല്ല, ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല എന്ന് ഈ ചർച്ചയ്ക്കിടയിൽ പറയുന്നു. മണിക്കൂർ നീണ്ടു. ആ ഡിവൈഎസ്പി കയറുന്നു. ഡിവൈഎസ്പി എന്നപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ പിന്മാറും പറഞ്ഞു. ഏറ്റവും അവസാനം മുൻ ധനകാര്യമന്ത്രിയല്ല ശ്രീ കെ എൻ ബാലവലടക്കം വന്നതിന് ശേഷമാണ് കൊട്ടാരക്കരയിൽ നിന്ന് റൂറൽ എസ് പി അടക്കം വന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് അവസാനമാണ് പറയുന്നത്.